കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാവ് തന്നെ കൊല്ലപ്പെടുന്നത് വലിയ ഞെട്ടലുകൾക്ക് കാരണമാവുകയാണ്. അതായത് പറഞ്ഞു വരുന്നത്, ബംഗളൂരു നഗരത്തിൽ കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഹൈദർ അലി എന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് ഹൈദർ അലിയെ അജ്ഞാത സംഘം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് നഗരത്തിനകത്തെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തുടർന്ന് അക്രമി സംഘം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അലിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് അലിയുടെ അനുയായികൾ ആയുധങ്ങളുമായി ആശുപത്രിയിലേക്ക് എത്തുകയും ഗേറ്റ് തകർക്കുകയും വലിയ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറുകയും ചെയ്തത് വലിയ പരിഭ്രാന്തി പരത്തി. പിന്നീട് ബംഗളൂരു നഗരത്തിലെ അശോക് നഗർ പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. ഏതായാലും അലിയുടെ മരണത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും പ്രതികളെ പിടിച്ചെങ്കിലും എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെയും പോലീസ് നിയോഗിച്ചു കഴിഞ്ഞു. കാസർഗോഡ് സ്വദേശിയും അതുപോലെ തന്നെ കർണാടക കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവുമായ NA ഹാരിസിന് വേണ്ടി ഏറ്റവും അടുത്ത അനുയായി പ്രവർത്തിക്കുന്ന ഹൈദർ അലി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ NA ഹാരിസിന് വേണ്ടി നടത്തിയതാണ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവമുണ്ടായതെന്ന് സെൻട്രൽ ഡിവിഷൻ DCP HD ശേഖർ പറയുകയും ചെയ്തു. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന NA ഹാരിസിൻ്റെ ഏറ്റവും അടുത്ത അനുയായി തന്നെ ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ പെടുന്നത് തന്നെ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി കോൺഗ്രസ് വലിയ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അലിയുടെ വാഹനം കാർ ഉപയോഗിച്ച് അക്രമികൾ തടയുകയായിരുന്നു. തുടർന്നാണ് ക്രൂരമായ കൊലപാതകം ഉണ്ടായതെന്നും പറയുകയാണ്. ഏതായാലും എന്തുകൊണ്ടാണ് അലിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. സിദ്ധാരാമയ്യയുടെ ഭരണത്തിൽ ഏറ്റവും നല്ല പോലീസ് സംവിധാനം നിലനിൽക്കുന്ന കർണാടകത്തിൽ ഇങ്ങനെയുള്ളൊരു കൊലപാതകം നടന്നതിൽ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തെ.